ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലെത്ര. ചിലർ ചിന്തിക്കുന്നത് പോലെ ഗുരുതരമായ പാപപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മാത്രമല്ല ബോഷ്ക് അഥവാ നുണ പറയുന്നവർക്കുമുള്ള ഓഹരി നരകം തന്നെയാണ്. ബോഷ്ക് പറയുന്നവർ പിശാചിന്റെ സന്തതികളാണെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പലതരത്തിൽ നുണ പറയുന്നവരെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. തന്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം കുറിച്ച് അപവാദം പറയുന്നവരാണ് അവരിൽ ഒരു കൂട്ടർ. ദൈവത്തെക്കുറിച്ചും തന്റെ വചനത്തെക്കുറിച്ചും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന നിരീശ്വരന്മാരാണ് മറ്റൊരു കൂട്ടർ. ന്യായവിധിയുമില്ല, സ്വർഗ നരകങ്ങളുമില്ല എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു കൂട്ടർ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പോലുമുണ്ട്. ഇക്കൂട്ടർ എല്ലാം തന്നെ മനുഷ്യർക്ക് തെറ്റായ പ്രത്യാശ നൽകി അവരെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ്. അങ്ങനെ ഇവർ മാനവരാശിയുടെ തന്നെ ശത്രുക്കളായി പ്രവർത്തിക്കുന്നു. തീർന്നില്ല, ഇനിയും ഒരു കൂട്ടരുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ വചനത്തെക്കുറിച്ചും ശരിയായി ധാരണ ലഭിച്ചിട്ടും വെളിച്ചത്തിലേക്ക് വരാതെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവർ. പ്രിയ സ്നേഹിത, ബോഷ്ക് ഉപേക്ഷിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നവനായി തീരുവാൻ താങ്കളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ താങ്കൾക്കും സാധ്യമാകട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.